رجب شهر الله شعبان شهري رمضان شهر لأمتي نبينا محمد رسول الله. ആദരവായ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത് റജബ് പഠിച്ച തമ്പുരാന്റെ മാസമാണ്, അല്ലാഹുവിന്റെ മാസമാണ്. എന്നാൽ സമുദായമേ, ഒരു സന്തോഷം നിങ്ങളോട് ഞാൻ പറയട്ടെയോ, അത് ശഅബാൻ ശഹ്രി, ശഅബാൻ എന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. ആദരവായ പ്രവാചകന് സ്വലാത്ത് ധാരാളം ചൊല്ലിയിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ശഅബാൻ. നബിയുനാ റസൂലുള്ളാഹി ആദരവായ പ്രവാചകൻ പറയുകയാ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉണ്ടല്ലോ, അത് കമ്പികൾ, മഴയത്ത് മഴ നനഞ്ഞു കിടക്കുന്ന കമ്പികൾ ഉണ്ടല്ലോ, ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, അത് എപ്രകാരമാണോ തുരുമ്പ് പിടിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിച്ച് അതങ്ങ് നശിച്ചു പോകും. അതിനു മുമ്പ് ആ തുരുമ്പിൽ നിന്ന് നിങ്ങളുടെ ഹൃദയങ്ങളെ വൃത്തിയാക്കാൻ എന്റെ സ്വലാത്തിന് പവറുണ്ട് കേട്ടോ. അങ്ങനെ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തിലേക്ക് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ, ഞാനിത് പറയുമ്പോ എന്റെ മുഅ്മിനീങ്ങളെ, എന്റെ ഹൃദയത്തിന് തുരുമ്പ് ബാധിച്ചിട്ടുണ്ടോ, എന്റെ ഹൃദയം കറുത്തു തുടങ്ങിയിട്ടുണ്ടോ എന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അവരൊരു ടെസ്റ്റ് നടത്തിക്കോ. എന്താണ് ടെസ്റ്റ് എന്നറിയുമോ? എന്റെ ഹൃദയത്തിൽ അസൂയ കടന്നു വരുന്നുണ്ടോ, എന്റെ സഹോദരന് എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുമ്പോ എനിക്ക് മനസ്സിന് ടെൻഷൻ വരുന്നുണ്ടോ, എന്നാൽ അതിന്റെ അർത്ഥം എന്റെ ഹൃദയത്തിന് തുരുമ്പ് ബാധിച്ചിട്ടുണ്ട്, എന്റെ ഹൃദയം കറുത്തു തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ കിബിറ് വരുന്നുണ്ടോ, തലക്കനം വരുന്നുണ്ടോ, അഹങ്കാരം വരുന്നുണ്ടോ, അഹംഭാവം വരുന്നുണ്ടോ, നീ വിധി എഴുതിക്കോ, നീ മനസ്സിലാക്കിക്കോ, എന്റെ ഹൃദയത്തിന് തുരുമ്പ് ബാധിച്ചിട്ടുണ്ടേ. ആദരവായ പ്രവാചകൻ പറയുകയാ, ഇങ്ങനെ തുരുമ്പങ്ങ് ബാധിച്ചു കഴിഞ്ഞാൽ നല്ലത് പറയുമ്പോ അവനൊരു പുച്ഛമാണ്. തുരുമ്പ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയം എന്താ? നല്ലത് പറയുമ്പോ അവനൊരു പുച്ഛ. ഇൽമിന്റെ മജ്‌ലിസിൽ പിന്നെ അവിടെ പോന്നിട്ട് ബന്ധം കിട്ടാനാ നിസ്കാരം തോന്നുമ്പോലെ നിസ്കാരം, അതിനപ്പുറം ഈ നിസ്കാരത്തിന് അവന് വലിയ വിലയൊന്നുമില്ല. ദീനിയായ ഒരു ചിന്തയും അവനിക്കില്ല, അത് പറയുന്നത് പോലും അവന് ഇഷ്ടമല്ല. കാരണം എന്തേ? ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചുപോയി, ഹൃദയം കറുത്തുപോയി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഇങ്ങനെ ഹൃദയം കറുത്താനുള്ള കുഴപ്പം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വെറുക്കും കേട്ടോ. അങ്ങനെ വെറുത്താൽ നീ ഇവിടുന്ന് കാഫിറായിട്ട് ചത്തുപോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ നിനക്ക് സാധ്യമല്ല, നീ കാഫിറായിട്ട് ചത്തുപോകും. ജഹന്നമിലേക്ക് നിന്റെ വാസസ്ഥലം അല്ലാഹ് ആക്കി തരും. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് മഹാന്മാര് പഠിപ്പിക്കുകയാ, ആദരവായ പ്രവാചകൻ പറയുകയാ, നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധമായിരിക്കണമോ, സംശുദ്ധമായിരിക്കണമോ, അത് സ്ഫുടം ചെയ്യണമോ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, അതിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാകും. ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അഹങ്കാരം അലിഞ്ഞു പോകും, അഹംഭാവം അലിഞ്ഞു പോകും, കിബിർ അലിഞ്ഞു പോകും, അസൂയ അലിഞ്ഞു പോകും. അങ്ങനെ റബ്ബിനെ നിങ്ങൾക്ക് നല്ല ഹൃദയത്തിന്റെ സ്ഫുടം ചെയ്ത ഹൃദയവുമായിട്ട് നിങ്ങൾക്ക് റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പവറുള്ള ഏറ്റവും വലിയ ഇബാദത്ത് അത് സ്വലാത്താണ്, തിരുനബിയുടെ സ്വലാത്താണ്. അല്ലാഹു ധാരാളം ചെല്ലാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തിരുനബി പറഞ്ഞു, ശഅബാൻ ശഹ്രി, ശഅബാൻ എന്റെ മാസം. ശഅബാൻ ഒരുപാട് പ്രത്യേകതയുണ്ട്. ശഅബാൻ 5 അക്ഷരം, നിങ്ങളത് കുട്ടിയൊക്കെ എത്ര അക്ഷരമുണ്ട്? ഷീന്, ഐന്, ബാ, അലിഫ്, നൂന്. ശഅബാൻ ഓരോ അക്ഷരത്തിനും ഓരോ പ്രത്യേകതയാണ്. എന്താ ഒളിഞ്ഞു കിടക്കുന്ന ഈ മാസത്തിൽ? നിങ്ങൾ എന്ത് മനസ്സിലാക്കി ഈ മാസത്തെ കുറിച്ച്? നിങ്ങൾ ഈ മാസത്തിൽ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ഇതിന്റെ ഒരു നിമിഷവും വെറുതെ പാഴാക്കില്ല. നിങ്ങൾ കോമഡിക്ക് സമയം കളയില്ല, നിങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് സമയം കളയില്ല, നിങ്ങൾ സീരിയലുകൾക്ക് സമയം കളയില്ല.
ഇല്ല. നിങ്ങൾ ഒരു അനാവശ്യ കാര്യങ്ങളിലേക്കും പോകില്ല. നിങ്ങൾ മുഴുവൻ എനിക്കിത് മുതലാക്കണം എന്ന വാശി നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു. തിരുനബി പറയുകയാണ്, ശഅബാനിലെ ശരീരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ശറഫാണ്, ബഹുമാനമാണ്. ഈ നാട്ടിൽ ഒരു ബഹുമാനമുള്ളവരാകണമെങ്കിൽ ശഅബാനിനെ ബഹുമാനിക്കണം. വലിയ ബഹുമാനം അല്ലാഹുവിന്റെ ഭാഗത്ത് നമുക്ക് കിട്ടും. വലിയ ബഹുമാനം മലക്കുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടും. പിന്നീട് മഹാന്മാര് പറയുകയാ, ശഅബാനിലെ ഐന് സൂചിപ്പിക്കുന്നത് ഉലുവ്, അതായത് മഹത്വം. അല്ലാഹുവിന്റെ മുന്നിൽ നീ മഹത്വമുള്ളവനാകും, മലക്കുകളുടെ മുന്നിൽ നീ മഹത്വമുള്ളവനാകും ശഅബാനിനെ ബഹുമാനിച്ചാൽ. ബാഗ് സൂചിപ്പിക്കുന്നത്, ശഅബാനിലെ ബാഗ് സൂചിപ്പിക്കുന്നത് ഗുണം. നീ ഗുണം കെട്ടവനല്ല, നീ ഗുണമുള്ളവനാണ്. ഇല്ലെങ്കിലോ നീ ഗുണം കെട്ടവനായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകട്ടെ. പിന്നെ അൽഫ് സൂചിക്കുന്നത് ഇൽഫത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, മേൽമ, അതായത് ഒരുമയാണ് അൽഫ് സൂചിപ്പിക്കുന്നത്. ഇൽഫത്ത്, നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഒരുമ. നമ്മുടെ മക്കളിൽ തന്നെ ആ മക്കൾ പെമ്മക്കളെ കണ്ടുകൂടാ, പെമ്മക്കൾക്ക് ആ മക്കളെ കണ്ടുകൂടാ എന്ന് വേണ്ട, അമ്മയ്ക്ക് വാപ്പയെ കണ്ടുകൂടാ എന്ന് വേണ്ട ഒരു ഒരുമയും സ്വരുമയും ഇല്ല. പലരും പറയാറുണ്ട് മക്കളുടെ ഇടയിൽ അങ്ങ് പ്രശ്നങ്ങളാ, മക്കൾക്ക് ചേട്ടൻ അനിയനെ കണ്ടുകൂടാ, അനിയന് ചേട്ടനെ കണ്ടുകൂടാ, അങ്ങനെ ഒരു വിഷയങ്ങൾ. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇൽഫത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഈ ഇൽഫത്ത് നമുക്ക് വേണമെങ്കിൽ ശഅബാനിനെ ബഹുമാനിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ശഅബാനിലൂടെ അല്ലാഹു നിങ്ങൾക്ക് ഇൽഫത്ത് തരും. വീണ്ടും നൂന്, അവസാനത്തെ അക്ഷരമായ ശഅബാനിലെ നൂന്, അത് അന്നൂർ, പ്രകാശമാണ്. പ്രകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ഇരുട്ടാണ്, ഖബർ ഇരുട്ട്, മഹ്ശറയിലേക്കുള്ള യാത്ര ഇരുട്ട്, എല്ലാം ഒരുതരം ഇരുട്ട്. ആ ഇരുട്ടിൽ നിന്ന് നിനക്കൊരു പ്രകാശം ലഭിക്കണോ? ആദരവായ പ്രവാചകൻ പറയുകയാണ്, ശഅബാനിനെ ബഹുമാനിച്ചോ. അല്ലാഹു ഈ മാസത്തെ ബഹുമാനിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും ഈ മാസത്തിൽ ചുരുങ്ങിയത് 1000 സ്വലാത്ത് എനിക്ക് ചെല്ലിയാൽ, ഒരു മാസത്തിൽ 1000 ചുരുങ്ങിയത് 1000 സ്വലാത്ത് എനിക്ക് ചെല്ലിയാൽ, ചുരുങ്ങിയത് 1000 ആർക്കും ചെല്ലാം. 30 ദിവസം, ഒരു ദിവസം വേണമെങ്കിൽ 1000 ചെല്ലുന്ന എത്രയോ ആളുകളുണ്ട്. ഇതിപ്പോ അല്ലാതെ റസൂൽ പറയും, ഈ മാസത്തിൽ 1000 ചെല്ലിയാൽ 10 ദിവസം കൊണ്ട് തന്നെ 100 വെച്ച് ചെല്ലിയാൽ തന്നെ 1000. 1000 സ്വലാത്ത് ആരെങ്കിലും എനിക്ക് ചെല്ലിയാൽ അല്ലാഹുവിന് കൊടുക്കുന്ന നേട്ടം എന്തെന്നറിയുമോ? ഖദല്ലാഹു ലഹു അൽഫി ഹാജ. അവനിക്ക് അല്ലാഹു 1,00,000 ആവശ്യം. 1000 സ്വലാത്ത് കൊണ്ട് അല്ലാഹു അവനിക്ക് 1,00,000 ആവശ്യം സാധൂകരിച്ചു കൊടുക്കും. മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും 1,00,000 ആവശ്യം അവനിക്ക് അല്ലാഹു സാധൂകരിച്ചു കൊടുക്കും. മാത്രമല്ല വകതബ ലഹു 100,000 ഹസന, അല്ലാഹു അവനിക്ക് 100 നന്മകൾ എഴുതുന്നത്. 1,00,000 നന്മകൾ എഴുതുന്നതാണ്. 1,00,000 നന്മകൾ എഴുതുന്നതാണ്. പോരാ, അല്ലാഹു അവനെ 1,00,000 പടി ഉയർത്തുന്നതാണ്. ആരെ? ഈ 1000 സ്വലാത്ത് ചൊല്ലിയവനെ 1,00,000 പടി ഉയർത്തുന്നതാണ്. പോരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, വബഅസല്ലാഹു ഇലൈഹി 100,000 മലായിക. അവനിലേക്ക് അല്ലാഹു 1,00,000 മലക്കുകളെ നിയോഗിക്കുന്നതാണ്. എന്തിനു വേണ്ടി? യഹ്ഫദൂനഹു ഫീ ആമിഹി, ആ ഒരു വർഷം അവനിക്ക് പ്രൊട്ടക്ഷന് വേണ്ടി അല്ലാഹു 1,00,000 മലക്കുകളെ അങ്ങോട്ട് നിയോഗിക്കുന്നു. വയസ്തഗ്ഫിറൂന ലഹു, ഈ 1,00,000 മലക്കുകൾ കാവല് നിൽക്കുക മാത്രമല്ല, അവനിക്ക് വേണ്ടി ഇങ്ങനെ പൊറുക്കലിനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര മഹത്വം 1000 സ്വലാത്ത്. കാര്യമെന്താ? അല്ലാഹു സ്വലാത്ത് കൊണ്ട് കൽപ്പിച്ച ആയത്തിറക്കിയത് ഈ മാസത്തിലാണ്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. സ്വലാത്ത് കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആയത്താണ്, സൂറത്തുൽ അഹ്സാബിലെ ആയത്താണ്. ഇത് അല്ലാഹു ഇറക്കിയത് ശഅബാനിലാണ്.
അതുകൊണ്ട് സ്വലാത്ത് പോലെ പവറുള്ള, സ്വലാത്ത് പോലെ മഹത്വമുള്ള, സ്വലാത്ത് പോലെ മേന്മയുള്ള, സ്വലാത്ത് പോലെ ഗുണമുള്ള, സ്വലാത്ത് പോലെ അർത്ഥമുള്ള മറ്റൊരു ഇബാദത്തും ലോകത്തില്ല. സ്വലാത്തിന് തുല്യം സ്വലാത്ത് തന്നെ. എന്റെ മുഅ്മിനീങ്ങളെ, ശഅബാനിൽ കാര്യമായി ദ്വാരക്കണം. കാരണം അടുത്ത ഒരാഴ്ച കൂടി കഴിയുമ്പോൾ ശഅബാൻ 15 ബറാഅത്തിന്റെ സുന്ദരമായ രാത്രി കടന്നു വരികയാ. ആ രാത്രിയുടെ പ്രത്യേകത അറിയുമോ? ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ കണക്കെഴുതുന്ന രാത്രിയാ, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കണക്കെഴുതുന്ന രാത്രിയാ, നമ്മുടെ ആരോഗ്യം എഴുതുന്ന രാത്രിയാ, നമ്മളുടെ ജീവിത രേഖ എഴുതുന്ന രാത്രിയാ. ആ ബജറ്റ് അവതരിപ്പിക്കുമ്പോ നമ്മൾ ഒരു കമ്മി വരാതിരിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി തിരുനബിക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യണേ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു എന്നെയും നിങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരു സാധുവായ സഹോദരൻ, വളരെ ഗുരുതരമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് ഒരു മാസം ഗുളികയ്ക്ക് മാത്രം 17,000 രൂപ വേണം. അങ്ങനെയുള്ളൊരു